ഹലോ, വെൽക്കം. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യം ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കുകയാണ്. അല്പം ജീരകവും ചേർത്ത് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാം. തേങ്ങ നന്നായി മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് തണുക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കന് ആവശ്യമായ പൊടികൾ വറുക്കാം. അതിനുവേണ്ടി ആദ്യം 2.5 സ്പൂൺ മല്ലിപ്പൊടി നന്നായി വറുത്തെടുക്കാം. മല്ലിപ്പൊടി നന്നായി മൂത്തതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് അതും നന്നായി മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്തതിന് ശേഷം നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പാത്രം അടച്ചു വെച്ച് നന്നായി വേവിച്ചതിന് ശേഷം നമുക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. ചിക്കൻ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി വെന്ത ചിക്കനിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.